കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് കേരളത്തിൽ ശക്തിപ്പെട്ടു എന്ന് കേദാമോദരൻ പറയുന്ന മനോഹരമായ ഒരു ഉത്തരമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ താമസിച്ചു തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. 1930-ലും 32-ലും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി ഒന്നിക്കണ്ട എന്നും ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിന്ന് പ്രത്യേകമായി നിൽക്കണമെന്ന നയം സ്വീകരിച്ച് ആകെ സെഗ്രിഗേഷൻ എന്നാണ് ദാമോദരൻ പറയുന്നത്, ഐസൊലേഷനിസം. ഞങ്ങൾക്ക് കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജനങ്ങളെ ആകർഷിച്ച് ബഹുജന സംഘടനകളിലൂടെ അതിശക്തമായി മുന്നോട്ട് വരാൻ സാധിച്ചു. 39-ൽ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷെ 1957 ആയപ്പോൾ മലബാർ ഭാഗത്ത് അതിശക്തമായ അടിത്തറയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തിരുവിതാംകൂറിൽ അതിൽ എം എം ഗോവിന്ദൻ നായരുടെ പേര് വീണ്ടും പറയേണ്ടി വരും, വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, അത് കൂട്ടായ നേതൃത്വത്തിന്റെ തന്നെയാണ്. EMS എന്ന പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അച്യുതമേനോൻ MN, കേദാമോദരൻ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളാണ്. കേരളത്തിലെ ജാതി മത സമവാക്യങ്ങളെ കോൺഗ്രസിനെതിരാക്കി തിരിച്ചുകൊണ്ട് ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞത് MN ഗോവിന്ദൻ നായർ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൽ CPM-ലും പിന്നീട് പോയി ഒരുപാട് നേതാക്കന്മാർക്ക് പങ്കെടുത്തു.